ഗാർഹിക പീഡന നിയമം ദുരുപയോഗം ചെയ്ത യുവതിക്ക് മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. യുവതി IPC സെക്ഷൻ 498A പ്രകാരവും സ്ത്രീധന നിരോധന നിയമപ്രകാരവും യുവതിയുടെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ വ്യാജ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഔദ്യോഗികമായി വിവാഹിതരായിരുന്നപ്പോൾ തന്നെ യുവതി മറ്റൊരു പുരുഷനൊപ്പം താമസിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. തുടർന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയതിനെ തുടർന്ന് യുവതിയെ ഭർത്താവ് തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 10 ദിവസത്തോളം തുടർച്ചയായി ഒരാളുമായി ഫോണിൽ സംസാരിച്ചുവെന്നും തുടർന്ന് ഭർത്താവുമായി വഴക്കുണ്ടാക്കിയതിന് പിന്നാലെ ഭർത്താവിന്റെ വീട് വിട്ടു പോവുകയായിരുന്നുവെന്നും 2021 നവംബർ 11 പോലീസിന് നൽകിയ ഉറപ്പിൽ അവർ സമ്മതിച്ചു. ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കില്ല എന്നും അവർ പോലീസിന് നൽകിയ കത്തിൽ വ്യക്തമാക്കി. എന്നാൽ അവർ ഈ പ്രവൃത്തികൾ തുടരുകയായിരുന്നുവെന്ന് ഭർത്താവ് കോടതിയിൽ മൊഴി നൽകി. ഇതിന് പിന്നാലെ പ്രായപൂർത്തിയാകാത്ത തന്റെ കുട്ടികളെ ഉപേക്ഷിച്ച് ഭർത്താവിനെ അറിയിക്കാതെ അവർ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. തുടർച്ചയായുള്ള ഇത്തരം പെരുമാറ്റത്തിൽ മടുത്ത ഭർത്താവ് വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകുന്നതിന് പകരം ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും കേസ് ഫയൽ ചെയ്തു. ഈ ആരോപണങ്ങളുടെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭർത്താവും അദ്ദേഹത്തിന്റെ കുടുംബവും അറസ്റ്റിലാകുമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ ഇവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു. വിവാഹബന്ധത്തിലെ തർക്കത്തിന് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഭർത്താവിനോടുള്ള പ്രതികാരം തീർക്കാനാണ് ഭാര്യ കേസ് കൊടുത്തതെന്ന് സുപ്രീം കോടതി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു.